ഇന്ന് ആകെ ഒരു അലച്ചിലുള്ള ഒരു ദിവസമായിരുന്നേ. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും ദൈവം സഹായിച്ച് ഇന്ന് മഴയില്ല, പക്ഷെ മുടിഞ്ഞ വെയിലായിരുന്നേ. അപ്പോൾ ഇറങ്ങി കയറി എനിക്ക് വയ്യാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനാണ് പോകുന്നത്. ആദ്യമായിട്ട് കുഞ്ഞുടുപ്പും ഒക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ നോക്കി നമ്മൾ എങ്ങനെയൊക്കെ എടുക്കേണ്ടതെന്നൊന്നും അറിയാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആശ്രമത്തുള്ള ESA ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ രജിസ്റ്റർ നേരത്തെ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ചെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. അവിടെ ചെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഓൾറെഡി രജിസ്റ്റർ ആണ്. പിന്നെ നമ്മുടെ ഡിസ്പെൻസറിയിൽ പോയിട്ട് ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒന്നും കൂടെ അവിടെ ശരിയാക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് കുഞ്ഞിനെ ആദ്യം ഇങ്ങോട്ടായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അന്നേരം രജിസ്റ്റർ ആക്കിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബുക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കണമായിരുന്നു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണല്ലോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ ചെന്ന് ഒരു ബുക്ക് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ബുക്കും വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ട് ഞാൻ അവിടെ പോയിരുന്നു. ബാക്കിയൊക്കെ കുഞ്ഞൻ പോയി ചെയ്തിട്ട് വന്നു. ഈ ഫാൻ എന്തിനാ കറങ്ങുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇരിക്കുമായിരുന്നു. കാരണം ഒട്ടും കാറ്റില്ല കേട്ടോ. അതിൻ്റെ സ്വിച്ച് എവിടെയാണെന്നൊക്കെ ഞാൻ നോക്കി നടന്നു, സ്പീഡ് എങ്ങാനും കൂട്ടാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പിന്നെ ഇവിടെ ചെന്നപ്പോഴേ ഞാനാണെങ്കിൽ ബാത്റൂം ഉണ്ടോ എന്നാണ് നോക്കിയത്. നേരെ അങ്ങോട്ടായിരുന്നു ആദ്യം ചെന്നത്. ഇപ്പോൾ കുറച്ച് നേരം നമുക്കിങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. മുള്ളാനിങ്ങനെ തോന്നിയിട്ടേ ഇരിക്കും. അത് മഴയൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട കേട്ടോ. ഇപ്പോൾ കുഞ്ഞ് താഴോട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാരണം നമ്മുടെ ബ്ലാഡറൊക്കെ ചെറുതായി വരുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാൻ തോന്നിയിട്ടേ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് പോകുമ്പോൾ അധികം നേരം എവിടെയും നിൽക്കാൻ എനിക്ക് പേടിയാണ്. ഞാൻ അപ്പോഴേ കുഞ്ഞിനോട് പറഞ്ഞു, രാവിലെ ഇറങ്ങിയപ്പോഴേ എനിക്ക് അധികം നേരം എവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല, പെട്ടെന്ന് വീട്ടിലെത്തിക്കണം. പിന്നെ ESAയിലൊക്കെ പോകുമ്പോൾ അവിടെ പിന്നെ എന്തെല്ലാം ടോയ്ലറ്റ് കാണുമല്ലോ എന്നും പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങി, എല്ലാം ശരിയാക്കിയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ കുഞ്ഞുവാവയ്ക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ കയറിയതാട്ടോ. അയ്യോ എന്ത് ക്യൂട്ടാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞു ഉടുപ്പുകളൊക്കെ. പിന്നെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ വാവ ഗേളാണോ ബോയ് ആണോ എന്നറിയാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ മറ്റേ കുഞ്ഞു കെട്ടുടുപ്പും ഇതൊക്കെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ല. എല്ലാത്തിനും എന്തൊരു റേറ്റാണ്, എല്ലായിടത്തും ഈ റേറ്റ് തന്നെയാണ്. നമ്മുടെ വലിയൊരു ഡ്രസ്സിനെക്കാട്ടും നല്ല റേറ്റാണ് കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പുകളും വേണ്ടുന്ന സാധനങ്ങളും ഒക്കെ. അങ്ങനെ എന്തായാലും ഞങ്ങൾ കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. നന്നായിട്ട് വിശന്നിട്ട് തലകറങ്ങി എന്തൊക്കെയോ തോന്നുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിശന്നായിപ്പോൾ ഞാനല്ലാണ്ടായി മാറുന്നത് പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യാറുള്ളത്. കാരണം എനിക്കങ്ങ് എന്തൊക്കെയോ പോലെയൊക്കെ തോന്നുമായിരുന്നു. കുഞ്ഞൻ പറഞ്ഞു നമുക്ക് ഇന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാം. പിന്നെയും വേറെ 3-4 സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു. അത്യാവശ്യമുള്ള കുറേ കാര്യങ്ങളൊക്കെ പിന്നെയും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങ് ടയേർഡായിപ്പോയി കേട്ടോ. ആകെ ക്ഷീണമൊക്കെ ആയിപ്പോയി. അങ്ങനെ അവിടെ കയറി പപ്സും പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചു. ഫ്രഷ് ജ്യൂസ് ഞാൻ ചോദിച്ചു, പക്ഷേ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ആശ്വാസമായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് അടുത്തടുത്തോട്ട് പോകുന്ന വഴിക്കായിരുന്നു നമ്മുടെ ഇവിടെ ഉള്ളിയൊക്കെ ഇട്ട് വിൽക്കുന്ന റോഡ് സൈഡിലെ. അപ്പോൾ 4 കിലോ 100 എന്നൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ചാടി വീഴും. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് ലാഭത്തിന് കിട്ടുമ്പോൾ നല്ലതായിട്ട് നമ്മൾ വാങ്ങിക്കുമല്ലോ. നല്ലതാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോയാൽ കുറച്ച് ദിവസം കിടക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് തക്കാളിയും സവോളയും ഒക്കെ വാങ്ങിച്ചു. ആ ചേട്ടൻ തന്നെ എനിക്ക് എടുത്ത് കാറി കൊണ്ടുവച്ച് തന്നു കേട്ടോ. പാവം, എൻ്റെ അവസ്ഥ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ തന്നെ വെച്ച് തരാമെന്നും പറഞ്ഞ് കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ അംഗൻവാടി കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പയറും ശർക്കരയും ഉണ്ടായിരുന്നു. അതും വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കൊരു സമയമായിട്ടുണ്ടായിരുന്നു. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ആകെ ഒരു തലകറക്കവും ബുദ്ധിമുട്ടും ഒക്കെ. എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുമായിരുന്നു. ഒത്തിരി അടുത്ത് ഇങ്ങനെ ഇറങ്ങിയും കയറി അങ്ങ് വയ്യണ്ടായി കേട്ടോ. കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയും കയറി ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അങ്ങനെ വന്നിട്ട് മുടിയൊക്കെ ഒന്ന് വാരി മേലോട്ട് കെട്ടിവെച്ച് ഒന്ന് കൈയും കാലൊക്കെ കഴുകിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോഴേ പോയി ഞാൻ കിടന്നു. ഇപ്പോഴേ എനിക്ക് ഫുഡ് വേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. കാരണം അത്രയ്ക്ക് അങ്ങ് ക്ഷീണമായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നേ പുറത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് വെയിലടിച്ച് എനിക്ക് തലവേദന വരുമല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കിടന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഒന്ന് എഴുന്നേറ്റത്. അപ്പോഴത്തേക്ക് അമ്മ ഉഴുന്നുവടയൊക്കെ ഇട്ട്, ചായയല്ല പാലായിരുന്നു. അപ്പോൾ പാലൊക്കെ കാച്ചി കൊണ്ടു തന്നു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് പറഞ്ഞെടുത്ത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കായിരുന്നു. നമ്മുടെ തൊട്ടപ്പുറത്തെ പുരയിടത്ത് ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നേ. അതെല്ലാം അവർ കട്ട് ചെയ്ത് കളഞ്ഞു, മുറിച്ച് മാറ്റി. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതവിടെ നിൽക്കുന്നതാണെങ്കിൽ നല്ല രസമായിരുന്നേ. അതും അതിനകത്ത് കുറേ കിളികളും പിന്നെ അതായത് കൊക്ക്, പിന്നെ പരുന്ത്, തത്ത,
തത്തമ്മ, മൈന, എനിക്കറിയത്തില്ല, കാക്ക എല്ലാം മിക്കതും വന്ന് അതിനകത്ത് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നല്ല രസമാണ്. ഇവിടെ എപ്പോഴും കിളികളുടെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ. പക്ഷേ അത് മുറിച്ച് മാറ്റിയതോടെ ഇനി അതൊക്കെ എവിടെ പോയി ഇരിക്കുമോ എന്തോ പാവത്തുങ്ങൾ. അങ്ങനെ പിന്നെ ഇതാ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാമെന്ന് എഴുതി. നടന്ന് ഞാൻ എല്ലാം മരം മുറിക്കുന്നത് നോക്കി നോക്കി അങ്ങ് പോയി കേട്ടോ. എല്ലാം മുറിച്ച് മാറ്റിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ പിന്നെ തടിയൊക്കെ വണ്ടിയിൽ കയറ്റിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും എനിക്കെന്തോ അവിടെ മരങ്ങളൊക്കെ മുറിച്ചപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കിളികളൊക്കെ ഇനി ഇങ്ങോട്ട് വന്നിരിക്കും എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ ആയതുകൊണ്ട് ഒരു ഉള്ളിൽ എന്തോ ഒരു വിഷമം പോലെ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, നമ്മുടെ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല, വാങ്ങിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ഇപ്പോൾ കുറച്ചേ മേടിച്ചുള്ളൂ. നല്ല ഏതെങ്കിലും ഇൻസ്റ്റ പേജ് ഉണ്ടെങ്കിൽ, അതായത് കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പേജസ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് മേടിക്കാമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് ഞാൻ. അല്ലെങ്കിൽ ഓൺലൈൻ മേടിക്കാമെന്നും പറഞ്ഞിട്ടൊക്കെയാണ്. എനിക്കെന്തോ കടകളിലൊക്കെ പോയിട്ട് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. ഓരോന്ന് എടുക്കുമ്പോഴും ഏതൊക്കെയാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നടക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ചക്കയൊക്കെ കിട്ടി കേട്ടോ. ചക്കയും പിന്നെ കുറച്ച് കാന്താരിയും ഉണ്ടായിരുന്നു. അപ്പുറത്തെ ചേച്ചി തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചക്കയൊക്കെ കിട്ടിയോ എന്നിങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് കുറച്ചുണ്ട്, നിനക്ക് തരാമെന്നും പറഞ്ഞ് അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു. പിന്നെ ഇതാ കുറച്ച് നേരം കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റടിക്കുന്നു. രാത്രി മഴയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി ദിവസത്തിൻ്റെ മഴയിൽ ഇന്നാണ് കുറച്ചൊന്ന് തോന്നു നിന്നത്. നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ അമ്മ തുണികളെല്ലാം കഴുകിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു.